ഇന്ന് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. GCC രാഷ്ട്രങ്ങൾ ഭയവിഹ്വലരാണ്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അഥവാ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു വിശ്വാസിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടാകും. അതിലെനിക്ക് പറയാനുള്ളത്, ഏത് സമയത്താണ്, ഇപ്പോന്ന് മാത്രമല്ല ഏത് സമയത്താണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ നിന്ന് പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിലെ അവിടെയുള്ള ഇടപെടലുകൾ, അവിടെയുള്ള പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, നിലപാടുകൾ, നയസമീപനങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്കുണ്ടാകേണ്ട ചില ധാരണകൾ എന്താ വെച്ചാൽ, ഒന്ന്, നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ച് നമുക്ക് നിലപാട് പറയാൻ കഴിയൂ എന്നൊരു പരിമിതി അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടുന്ന ഡാറ്റ തെറ്റിയാൽ നമ്മുടെ നിലപാടും തെറ്റും. പക്ഷെ മനസ്സിലായോ? നമുക്ക് നമ്മുടെ മുമ്പിലെത്തുന്ന വിവരത്തിനും വാർത്തക്കും നമ്മൾ കാണുന്ന ചാനലും നമ്മൾ കാണുന്ന പത്രവും മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ നിലപാട് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ആ പത്രങ്ങൾക്കും ആ ചാനലുകൾക്കും ആ വാർത്ത എത്തിക്കുന്നവർക്കും അതിലെന്തെങ്കിലും ഒരു പാർഷ്വാലിറ്റി ഉണ്ടെങ്കിൽ, ഒരു അജണ്ട ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത ചിത്രം നമ്മൾ കാണൂല, അല്ലാത്ത വാർത്ത നമ്മൾ അറിയില്ല, അല്ലാത്ത പ്രസ്താവനയുടെ നമുക്ക് ശ്രദ്ധയിൽപ്പെടില്ല. അവർക്കൊരു നരേറ്റീവ് ഉണ്ടാവും. ആ വാർത്ത വായിക്കുന്നവർക്കും അവതരിപ്പിക്കുന്നവർക്കും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും ഈ വാർത്ത പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും അവർ തെളിവുകൾ കൊണ്ടുവരിക. ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും അവർ വാർത്തകൾ കോട്ട് ചെയ്യുക. ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും അവർ രാഷ്ട്ര നായകന്മാരുടെ പ്രസംഗങ്ങളിലെയും വരികളിലെയും പ്രസ്താവനകളിലെയും കാര്യങ്ങൾ കോട്ട് ചെയ്യുക. അത് കേട്ടിട്ട് ആ വിഷയത്തെ നമ്മൾ സമഗ്രമായി വിലയിരുത്താൻ പോയി നിലപാടുകൾ സ്വീകരിച്ചാൽ അത് അബദ്ധമായിരിക്കും. എന്തിനാ അങ്ങോട്ട് മിഡിൽ ഈസ്റ്റിക്ക് പോണത്, GCCക്ക് പോണത്? ഇന്ന് പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ആ ജൂബിലി റോട്ടിന്റെ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കേൾക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായി, ആ അത്യാഹിതത്തെ സംബന്ധിച്ച് പിറ്റേ ദിവസം വാർത്തയിൽ പല വാർത്തകളാണ് വരിക, അല്ലേ? ഈ അങ്ങാടിയിലുള്ള നമുക്ക് തന്നെ മനസ്സിലാവില്ല അതെന്താ വിഷയം. രാവിലെ നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്നുണ്ട്. എങ്ങനെ മരണപ്പെട്ടു? ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയാണ്, ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയാണ്. ഇതെവിടെ നമ്മളെ മൂക്കിന്റെ മുമ്പിലുള്ള വിഷയമാണ്. അതിൽ വരെ എത്രമാത്രം നമ്മൾ കബളിപ്പിക്കപ്പെടാറുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വസ്തുത പിന്നെ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ കണ്ണിന്റെ മുമ്പിലില്ലാത്ത പ്രദേശങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളുടെ ഉള്ളെന്താണെന്ന് അറിയാതെ വേഗം അതിൽ പോയി അഭിപ്രായങ്ങൾ പറയുകയും നിലപാടുകൾ പറയുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊരിക്കലും ആ ഒരു തലത്തിലേക്ക് വിശ്വാസികൾ കടന്നു കയറാൻ പാടില്ല എന്നതാണ്. അതിന് പലപ്പോഴും ഇരയാകുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. നേരത്തെ നമുക്കറിയാം, യമനിലെ ഹൂത്തികളെ സൗദി അറേബ്യ ആക്രമിക്കുകയുണ്ടായി. ആ അക്രമം ഉണ്ടായ സമയത്ത് ഉണ്ടായ നരേറ്റീവ് എന്താ? സൗദി അറേബ്യ ഒരു ദരിദ്ര രാജ്യമായ യമനിനെ അനാവശ്യമായി ആക്രമിച്ചിരിക്കുന്നു, എന്തിനാണത് ചെയ്തത്, വളരെ ക്രൂരന്മാരായി പോയി എന്ന രീതിയിലുള്ള നരേറ്റീവുകൾ നമ്മൾ കണ്ടു. എന്നാൽ വസ്തുത എന്തായിരുന്നു? ആ ഹൂത്തികൾക്ക് പിന്നിൽ ഒരു കരമുണ്ട്. അത് ഷിയാക്കളാണ്. ഷിയാക്കൾ ഹൂത്തികളെ മുന്നിൽ വെച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് കടന്നു വരികയും അതിന്റെ സ്വൈരവും സമാധാനവും കെടുത്തുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള അജണ്ട എന്താ? ഇരു ഹറമുകളുടെയും വേട്ടക്കാരാണ് ഷിയാക്കൾ എന്ന് പറയുന്നതിൽ ആർക്കാ തർക്കമുള്ളത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഒരു കാലത്ത് മസ്ജിദുൽ ഹറമിൽ സ്ഫോടനമുണ്ടായി. എവിടുന്നാ പൊട്ടിയത്? എല്ലാ ഹറമിൽ പോയ ആളുകൾക്കറിയാം. ഓരോ വക്തിനും അവിടെ മയ്യത്ത് നമസ്കാരങ്ങൾ നടക്കും. 2, 3, 4 ആളുകൾ മരണപ്പെട്ട മയ്യത്ത് നമസ്കാരങ്ങൾ നടക്കും. അങ്ങനെ മയ്യത്ത് കട്ടിലിൽ വന്ന് ജീവനുള്ള മനുഷ്യന്മാര് അരയിൽ ബോംബ് കെട്ടി മയ്യത്ത് കട്ടിലിൽ കിടത്തി അത് മയ്യത്താണെന്ന വ്യാജേന കൊണ്ടുവന്ന് ഹറമിന്റെ മുറ്റത്ത് വെച്ച് നമസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത്. ഷിയാക്കളായിരുന്നു അതിന്റെ പിന്നിൽ. ആ ഇരു ഹറമിനെയും നോട്ടമിട്ടവരാണ് ഷിയാക്കൾ ലോകത്ത്. അതുകൊണ്ട് തന്നെ ആ സൗദി അറേബ്യക്കെതിരെ എന്തെല്ലാം ആയുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ അവരത് ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അത് പിന്നീടല്ലേ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അപ്പൊ ഈ ആക്രമണത്തെ നമ്മൾ എങ്ങനെ വായിക്കണം? ഇതൊന്നും അറിയാതെ ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് പല രീതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മുടെ മലയാളത്തിലേക്ക് വരുന്ന വാർത്തകളാണെങ്കിൽ അതിൻ്റെ പിന്നിലും പലപ്പോഴും അജണ്ടകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട അജണ്ട എന്താ? ഇസ്ലാം എന്നും ഒരു പ്രശ്നമാണ് എന്ന നരേറ്റീവ് ശക്തിപ്പെടുത്താൻ GCC രാഷ്ട്രങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പർവ്വതീകരിക്കാറുണ്ട്. അത് എന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ചില ആൾക്കാർ, ഇവരെവിടെ ഉണ്ടോ അവിടെ പ്രശ്നമുണ്ട്, മുസ്ലിങ്ങൾ എവിടെ ഉണ്ടോ അവിടെ കുഴപ്പമുണ്ട് എന്നുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടി, ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചില ആളുകൾ ഈ ഒരു വാർത്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കാറുണ്ട്. മറ്റൊന്ന്, സൗദി അറേബ്യ പ്രശ്നമാണ് എന്ന നരേറ്റീവ് ശക്തിപ്പെടുത്താൻ വേണ്ടി കൊടുത്തു കൊടുക്കാറുണ്ട്. അറബ് രാജ്യങ്ങളിൽ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നതിന് വേണ്ടി മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പേരിട്ട് അതിനൊത്താശ പാടുന്ന ആളുകളുണ്ട്. ഒരു ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുമത രാജ്യത്ത് ജനാധിപത്യം ശക്തിപ്പെട്ട് നിലനിൽക്കണം. ആ ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്, മതനിരപേക്ഷ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമേ ഇവിടെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിന് സമാധാനപൂർവ്വം ഒന്നിച്ചു പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഇസ്ലാം വെറും മുസ്ലിമീങ്ങൾ മാത്രമുള്ള ഒരു രാജ്യത്ത് അവരുടെ സംസ്കാരവും ഐഡിയോളജിയും അനുസരിച്ചുകൊണ്ട് അവർ തന്നെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ കയറി അഭിപ്രായം പറയാനും അവിടെ ആഭ്യന്തരമായി ജനാധിപത്യം കൊണ്ടുവരണമെന്ന് പറയാനും അവിടെ കാലുഷ്യം ഉണ്ടാക്കുവാനും ശ്രമിക്കുന്നത് സതുദ്ദേശപരമേ അല്ല. ഏതുപോലെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു ഇസ്ലാമിക ഭരണമെന്ന് വേണമെന്ന് വാദിച്ചുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ രംഗത്ത് വന്നാൽ എങ്ങനെയുണ്ടാകും? ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് വാദിച്ചുകൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവർ മുന്നോട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാകും? ഇതൊരു ക്രൈസ്തവ രാജ്യമാക്കണമെന്ന് പറഞ്ഞ് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മുന്നോട്ട് വന്നാൽ എങ്ങനെയുണ്ടാകും? അതുപോലെയുള്ള അരക്ഷിതാവസ്ഥ കൃത്യമായി ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളിൽ അവിടെ ജനാധിപത്യം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഉണ്ടാകും. അതിനുവേണ്ടി ആഖ്യാനങ്ങൾ സൃഷ്ടിക്കുന്ന, അതിനുവേണ്ടി കഥ മെനയുന്ന, അതിനുവേണ്ടി വാർത്താ വിശകലനങ്ങൾ നടത്തുന്ന ഒട്ടനവധി വാർത്താ മീഡിയകൾ മലയാളത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ അറബ് രാജ്യങ്ങളിൽ സൗദി അറേബ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷിയാക്കൾ ഒരു ഭാഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഷിയാക്കളുടെ അവരെ വെള്ളപൂശുന്നതിന് വേണ്ടി GCC രാഷ്ട്രങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാകുന്നു ഇപ്പോൾ അവർ GCC രാഷ്ട്രങ്ങൾ ആക്രമിച്ചിട്ടുള്ളത് എന്ന് പറയുന്നവരുണ്ട്. അത് വെള്ളപൂശുകയാണ്. ഇവർ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലേക്ക് വെള്ളപൂശുകയാണ്. അതായത് അമേരിക്കയെ വരുതിയിൽ വരുത്തണമെങ്കിൽ അമേരിക്കയുടെ താവളങ്ങളുള്ള രാജ്യങ്ങളെ ആക്രമിക്കുകയും ആ പ്രദേശങ്ങൾ ആക്രമിക്കുകയും താവളങ്ങൾ ആക്രമിക്കുകയും എന്നിട്ട് ആ രാജ്യങ്ങളെ കൊണ്ട് അമേരിക്കയിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും അങ്ങനെ അവരിൽ നിന്ന് ഈ യുദ്ധത്തിൽ നിന്ന് അവരെ പിന്മാറ്റുകയും ചെയ്യുക എന്ന തന്ത്രം വെച്ചുകൊണ്ടാണ് GCC രാഷ്ട്രങ്ങളിലേക്ക് ഇറാനിന്റെ മിസൈല് പോയത് എന്ന് വളഞ്ഞു തിരിഞ്ഞു പറഞ്ഞ് അവസാനം വരുന്നത് എന്താ? ഇറാൻ ചെയ്തത് കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന വാർത്താ വിശകലനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അമേരിക്കയുടെ കച്ചവട താല്പര്യത്തിന് ഇസ്രയേലിനെ മുന്നിൽ നിർത്തി കളിപ്പിക്കുന്ന ഒരു കളിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓരോ രാജ്യത്തും അവിടെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കടന്നു കയറുകയും അതിനെ ആയുധമാക്കുകയും ചെയ്യുന്നുവെന്നതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം കണക്കാണ്. അവിടങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് ആ പ്രശ്നത്തിൽ ഒരു കക്ഷിയാകുക. പ്രശ്നമുണ്ടാക്കുന്നത് അവര്, പ്രശ്നം തീർക്കാൻ മധ്യസ്ഥരാകുന്നവരവര്, സമാധാന ദൂതുമായി വരുന്നവര്, അവസാനം ആ രണ്ടു കൂട്ടർക്കും ആയുധം കൊടുക്കുന്നത് അവര്. അവർക്കൊരൊറ്റ ആവശ്യമുള്ളൂ, അവരുടെ കച്ചവട താല്പര്യം നടക്കണമെന്നത് മാത്രം. അതിനുവേണ്ടി എല്ലാ രാജ്യങ്ങളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കും, അതിനുള്ള പരിപാടികൾ ഒപ്പിക്കും. അവസാനം അവർ തന്നെ മധ്യസ്ഥത്തിന് ഇറങ്ങും. അതിനവർ ഉപയോഗിക്കുന്ന രീതി എന്താ? ഓരോ രാജ്യങ്ങളിലുമുള്ള അസന്തുഷ്ടരായ ആളുകൾ ഉണ്ടാകും, പ്രതിപക്ഷങ്ങൾ ഉണ്ടാകും, അവിടെയുള്ള അസ്വസ്ഥതകളും ആഭ്യന്തര ശൈഥില്യങ്ങളും ഉണ്ടാകും. അതിനെ ഒപ്പിയെടുത്ത് അത്തരം നേതാക്കന്മാർക്ക് വെള്ളവും വളവും കൊടുത്ത് ആ നാട്ടിലെ തമ്മിലടിപ്പിച്ച് അവസാനം അവിടെ ഇടപെട്ട് അവിടെയുള്ള എണ്ണയും അവിടെയുള്ള സാധന സാമഗ്രികളും വശത്താക്കുക എന്ന ലക്ഷ്യം കാലങ്ങളായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ അടിത്തറ എന്ന് നാം തിരിച്ചറിയണം. അവസാനം ലോക മുസ്ലിമീങ്ങളുടെ സാമ്പത്തിക അടിത്തറ ക്ഷയിപ്പിക്കുക, ശിഥിലമാക്കുക എന്ന കുതന്ത്രമാണ് സയനിസ്റ്റ് ലോബിക്ക് ഇതിന്റെ പിന്നിലുള്ളത്. അതിനാണ് ഇസ്രയേലും പണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ മുന്നിൽ വെച്ച് പലരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം.
പലരും വിചാരിക്കണത് എന്താ, GCC രാഷ്ട്രങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് മുസ്ലിം രാജ്യങ്ങളെയും മുസ്ലിം ലോകത്തെയുമാണ് ബാധിക്കുക എന്നതാണ്. എന്നാൽ അവർക്ക് തെറ്റി. GCC രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുന്ന ഏതൊരു അസ്വസ്ഥതയും അത് പുകയുന്നത് ഇങ്ങ് കേരളത്തിൽ കൂടിയായിരിക്കും. അവിടെ ഒരു ബോംബ് വീണാൽ മലയാളക്കരയിലെ ഓരോ അടുക്കളയിലെ പാത്രങ്ങളും കുലുങ്ങും. സംശയിക്കൊന്നും വേണ്ട കാര്യത്തിൽ. ഇന്നലെ 11 മണിയോടുകൂടി ആക്രമണം ആരംഭിച്ചു. വൈകുന്നേരം 5 മണിയായപ്പോഴേക്കും നമ്മുടെ വീടുകളിലേക്കൊക്കെ ഫോൺ വന്നില്ലേ? ആരാ ഫോൺ ചെയ്യുന്നത്? സൗദി അറേബ്യയിലുള്ള, ഒമാനിലുള്ള, ബഹ്റൈനിലുള്ള, കുവൈത്തിലുള്ള, ഖത്തറിലുള്ള, ഓരോ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ ഉപ്പമാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ. ഇനി ഞങ്ങളുടെ അവസ്ഥ എന്താവെന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ താവളങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ട് മുമ്പിലാണ് ആ ബിൽഡിംഗ് കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. എത്ര സമയം കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് നോക്കൂ നിങ്ങൾ. അതെവിടെയാണ് അനുഭവിക്കുക? ഈ ജലാശയത്തിൽ ഒരു കല്ലിട്ടാൽ അതിന്റെ ഓളങ്ങൾ എല്ലാ വ്യക്തികളിലേക്കും കടന്നു വരും. അത് മുസ്ലിമീങ്ങളിലേക്ക് മാത്രമല്ല, അത് ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥയെ അടിത്തറ ഇല്ലാതെയാക്കും. കേരളത്തിന് സാമ്പത്തിക ഭദ്രത ഇല്ലാതെയാക്കും. നമ്മുടെ ഇവിടെ നടക്കുന്ന റോഡ് നിർമ്മാണത്തെ ബാധിക്കും. അട്ടപ്പടലം ബാധിക്കും. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും. വ്യാപാരത്തെ ബാധിക്കും. കച്ചവടത്തെ ബാധിക്കും. വിവാഹങ്ങളെ ബാധിക്കും. അങ്ങനെയുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല, അതെല്ലാവരെയും ബാധിക്കാൻ പോകുന്ന വിഷയം. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഇതിലാരെങ്കിലും അർമാദിക്കുന്നുണ്ടെങ്കിൽ, ഇതിന് വേഷം കെട്ടിയാടുന്ന ആ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് ആരെങ്കിലും പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ, അതിന് കമന്റ് അടിക്കുന്നുണ്ടെങ്കിൽ, ആ ഇസ്രായേലിനെ പോയി ആരെങ്കിലും കെട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യ രാജ്യത്തോട് ഇഷ്ടമുള്ളവരല്ല. അവർ കേരളത്തോട് ഇഷ്ടമുള്ളവരല്ല. ഈ പൗരന്മാരോട് ഇഷ്ടമുള്ളവരല്ല. ഇവരൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നവരാണെന്ന് പറയേണ്ടി വരും നമുക്ക്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം ഘട്ടങ്ങളിൽ കാര്യങ്ങൾ അവധാനതയോടുകൂടി വിലയിരുത്തുകയും അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ വിഷയം ഉൾപ്പെടുത്തും. നമ്മൾ കാണുന്നതല്ല കാഴ്ച, നമ്മൾ കേൾക്കുന്നതല്ല വാർത്ത, നമ്മൾ അറിയുന്നതല്ല വസ്തുത. അതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ ധാരണ നമുക്കെപ്പോഴും. ഒരു കാര്യം ഉറപ്പാണ്, ആ ഹറമുകളെയും പരിപാലിക്കുന്ന ആ സംവിധാനങ്ങളെയും അതിനെയും ലക്ഷ്യം വെച്ചത് ഇവിടെ സയനിസ്റ്റുകളും ഷിയാക്കളും. അവരതിന് പല വഴികളും പണ്ട് നോക്കിയിട്ടുണ്ട്, ഇപ്പോഴും നോക്കിയിട്ടുണ്ട്. അതൊരു കാരണവശാലും നടന്നുകൂടാ. അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീക്കിത്തരുമാറാകട്ടെ. എല്ലാവരുടെയും ആശങ്കകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന അക്രമികളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മളെല്ലാവരും ഈ റമദാനിൽ ഈ വിഷയം പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.